റിയാസ് മൗലവി വധക്കേസിലെ പ്രതികൾ വിട്ടയക്കപ്പെട്ടതിന്റെ ഒന്നാം പ്രതി ആഭ്യന്തരമന്ത്രിയാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. എടപ്പാൾ തലമുണ്ടയിൽ UDF മേഖലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘ് പരിവാർ ശക്തികളുമായി ധാരണയുണ്ടാക്കിയതിന്റെ ഫലമാണ് റിയാസ് മൗലവി വധക്കേസിൽ ദുർബലമായ കുറ്റപത്രം കോടതിയിൽ പോലീസ് സമർപ്പിച്ചതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം ഇതിന് പകരം ചോദിക്കുമെന്നും PK ഫിറോസ് കൂട്ടിച്ചേർത്തു. എടപ്പാൾ തലമുണ്ടയിൽ UDF മേഖലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷവും അത്തരം തെറ്റായ CA നടപ്പിലാക്കില്ല. വലിയ കാര്യമാണ്, വലിയ അവകാശവാദമാണ്. CAന്റെ അപേക്ഷ വാങ്ങുന്ന ആരാണ്? കേന്ദ്രമാണ്. പരിശോധിക്കുന്ന ആരാണ്? കേന്ദ്രമാണ്. പൗരത്വം കൊടുക്കണോ വേണ്ടേന്ന് തീരുമാനിക്കുന്ന ആരാണ്? കേന്ദ്രമാണ്. പിന്നെ പിണറായി പറയുന്നത് ഇവിടെ നടപ്പിലാക്കില്ല. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പലതുണ്ട്. ഇപ്പോൾ റിയാസ് മൗലവിനെ കൊന്ന പ്രതികളെ അവർക്ക് തൂക്കുകയർ വാങ്ങിക്കൊടുക്കാൻ പിണറായിക്ക് പറ്റിയത്. പക്ഷെ അത് ഞങ്ങൾ ചെയ്യും. കഴിയാത്ത കാര്യം അത് CA, അത് ഞങ്ങളിവിടെ നടപ്പിലാക്കില്ല. അതാ പറഞ്ഞു. ഗാസയിൽ നിങ്ങളെ കൂടെയുണ്ട്, ഇറാഖിൽ നിങ്ങളെ കൂടെയുണ്ട്. ജുനൈദ് വടക്കൈന്ത്യയിൽ UP കൊല്ലപ്പെട്ട ബീഫിന്റെ പേരിൽ കൊല്ലപ്പെട്ട അവരൊക്കെ കൂടെ ഞങ്ങളുണ്ട്. റിയാസ് മൗലവിയുടെ കാര്യത്തിൽ അത് ഞങ്ങൾ കൊടിഞ്ഞിയും പൈസയുടെ കാര്യത്തിൽ അതില്ല. അപ്പൊ അമ്മാതിരി വർത്തമാനങ്ങൾ പറയുന്ന ഇവരെ വാക്കും കേട്ട് ഈ പുതിയ തലമുറ തെറ്റിദ്ധരിച്ചു പോവോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കണം. VK മജീദ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് AM രോഹിത്, KT ബാവ ഹാജി, C രവീന്ദ്രൻ, സുരേഷ് പൊൽപ്പാക്കര, ഷമീർ ഇടിയാട്ടിൽ, S സുധീർ, T ഹാരിസ്, പത്തിൽ സിറാജ്, കണ്ണൻ നമ്പ്യാർ, സവാദ് വെളിയങ്കോട്, KV ബാവ, T അബ്ദുട്ടി, KV അബ്ദുൽ കരീം, മുഹമ്മദ് കുട്ടി, T അഷ്റഫ്, കുട്ടി എടപ്പാൾ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.